ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഇലയട ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം ചില നാട്ടിൽ പൂവട എന്നൊക്കെ പറയല്ലേ, ചില നാട്ടിൽ ഇലയട എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പം വീഡിയോ കണ്ടു തുടങ്ങുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ടാക്കുക. അപ്പോൾ ജായി അന്തംഗമ്മിയായി നിൽക്കുന്നുണ്ട്. അപ്പം ജായിക്ക് ഞാനൊരു സാധനം വാങ്ങിയെടുക്കാറാണ്. അതെന്താണ് പറഞ്ഞെടുക്ക്, ഉറക്കെ പറയും. അത് എന്തിനാണ് വാങ്ങിയിരുന്നത്? എന്തിനാണ് ഞങ്ങൾക്ക് പൈസ തന്നെ? ഇവനെ ഞാനില്ലേ രാവിലെ ചെവിക്കുന്നുള്ളി, എന്നിട്ട് ഇവിടെ എന്ത് മാന്തിയതല്ല, കൈയ്യട്ടിയാണ് കേട്ടോ. ഞാൻ ഇവന് ചെവിക്ക് സത്യം പറയാം, ഞാനല്ലേ ഇവൻ്റെ ചെവിക്ക് ഇങ്ങനെ നുള്ളാനായി. അപ്പോൾ എൻ്റെ നഖവും ഇവിടെ തട്ടി അവൻ്റെ. അപ്പോൾ എന്നിട്ട് എന്നായിക്കോട്ടെ സമ്മതിച്ചോട്ടെ, ഞാൻ വിട്ടുകൊടുത്തി. അപ്പം ഞാൻ അങ്ങനെ ആക്കിയതൊക്കെ വരാം. അപ്പോൾ എൻ്റെ നഖം ഇവിടെ പറ്റി, ഇവിടെ ഇല്ല, ഇവിടെ ഓനെ മുഖത്ത് പറ്റി. അപ്പം ഓനക്ക് ചെറുതായിട്ട് മുരയായി. അപ്പോൾ ഒന്ന് ഒളിച്ച്. പിന്നെ ഞാൻ ഇമ്മേജ് ഇവിടെ ഇല്ല. അപ്പം ഞാൻ വെറുതെ സീണ്ടാക്കേണ്ട വെച്ചിട്ട് എനിക്കത്തേക്ക് വാങ്ങിയരായിരുന്നു. ചെക്കൻ അത് മുതലെടുത്തു. അപ്പോൾ ഞാൻ എനിക്കത്തെ വാങ്ങിയരായിരുന്നേ എന്ത് പൈസ? കളിനോട്ട് വാങ്ങിയെടുക്കാനാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വലിയ ഒപ്പിച്ചല്ലോ നീ. അപ്പോൾ ഞാൻ വാങ്ങിയെടുക്കാനാണ്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഒപ്പിച്ചത് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ കാട്ടിയത്? ഞാനവിടെ ആക്കില്ല 2-3 പ്രാവശ്യം പറഞ്ഞു. പിരാന്ന് പിടിച്ചു. എനിക്ക് ചിലപ്പോൾ അപ്പോൾ ഒരു പെട്ടെന്ന് ചോദിച്ചു വന്നു. അപ്പം ആയിരുന്നു ഉള്ളൂ. അപ്പം പിന്നെ കുറേ സാരല്ല അങ്ങ് കടന്ന് നോളിച്ചിട്ട് ഒരാൾ. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. എനിക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അടുക്കള അങ്ങനെ കയറാത്ത ആളാണ്. അതൊക്കെ മറ്റേ വ്ളോഗ് കണ്ടപ്പം ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഈ സാധനം വാങ്ങിയെടുത്തിട്ടെ, അല്ലെങ്കിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. കുളിച്ചാൽ പോണിച്ച് കാക്കുവോ കാക്കുവോ എപ്പോഴാണ് പോണേ? പറഞ്ഞില്ല അതിന് മുന്നേ എപ്പോഴാണ് ചോദിച്ചില്ല. അപ്പോൾ എന്തായാലും പറയാൻ ടൈമല്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാൻ വാങ്ങി. എന്തൊക്കെയാണ് വാങ്ങി പറഞ്ഞത്? പൈസ എന്തൊക്കെ പൈസയാണ്? ഏതൊക്കെ പൈസയാണ്? ഇത് നോക്കിയിട്ട് പറഞ്ഞാൽ ഏതൊക്കെ പൈസയാണ്? ഇത് എത്രയാ? 200 ഇതോ? 50. ഇതോ? അത് 50. മണ്ട 2 ഒരേ കളറെല്ലാം, പഴയതുണ്ട് പുതിയതും. അങ്ങനെ വേറെ എന്തെങ്കിലും ഇതെങ്ങനെയോ 2 പൈസ കഴിഞ്ഞല്ലേ? കൂടുതലുള്ള അവിടെ പൊട്ട അതിൽ ഒക്കെ ഒരേ എണ്ണ ഉള്ളൂ അല്ലല്ലേ? ചെറിയ മാറ്റമുണ്ട് ഗൈസ്. 21 ഉണ്ടോ? 22 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇലയും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. ഇല എടുക്കാൻ വെച്ചാൽ ഇവിടെ അങ്ങനെ മരങ്ങളൊന്നുമില്ല. ഇതുണ്ട് കണ്ടില്ല, ഇത് ആ ഇലയാണ്. പക്ഷെ ഇതിൻ്റെ ഒന്നും കൊമ്പ് നമുക്ക് എത്തൂല ഗൈസ്. തോട്ടി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ അത് ചെറുതല്ലേ ഉള്ളൂ. 1 കെട്ടിട്ടാലുണ്ടോ? പിന്നെയും വേണ്ടേ? അപ്പോൾ ഗൈസ്, അപ്പോൾ ഏതായാലും അത് പ്രശ്ന കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. പിന്നെ ഞാനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് പ്രത്യേകം ഞാൻ പിന്നെ പറയുകയാണ്. ഉണ്ടാവുമെന്നല്ലെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഇല ഉണ്ടാണ്. ഇതൊക്കെ ചടങ്ങാണ് ഇതൊക്കെ കാണുന്നുണ്ട് തന്നെ. അപ്പോൾ ജായാണ് നമ്മളെ ക്യാമറമാൻ. ഇതിങ്ങനെ പറിച്ചാണില്ലല്ലോ, കൊമ്പോട് കിട്ടണില്ല, ഇല ഇട്ടണുള്ളൂ. നമ്മൾക്കൊരു ബക്കറ്റ് എടുത്ത് പോകാൻ അതിൻ്റെ. അപ്പം ജായി ക്യാമറ പിടിച്ചിക്കും. ഞാൻ ക്യാമറ പിടിച്ചിക്കും. അപ്പോൾ ജായി ബക്കറ്റ് എടുത്തോണ്ട് വേഗം കൊണ്ടിട്ടോ. അപ്പം ഇല കാണണ്ടല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജായി എന്തായാലും ബക്കറ്റ് എടുത്തോണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കാണാം. ഇല അരച്ചനെ. പിന്നെ നമുക്ക് നാളെ രാവിലെ നീച്ച് കഷ്ടപ്പാട് പത്തിരി കുഴക്കണം. പിന്നെ അതേമാതിരി തന്നെ ഉണ്ടാക്കണം. അത് ഇല ഉണ്ടാകുന്ന കണ്ടോ എനിക്കറിയില്ല. അത് ഉണ്ടാക്കണം, ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കാശ്. ഞാൻ ഒരാളുണ്ട് ബക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവിടെ വെച്ച് എത്തിക്കാൻ കേട്ടോ. അവന് പൈസ എടുത്തായിട്ട് അവിടെ കളിച്ചു തീർക്കുക, അങ്ങോട്ട് വരുന്നില്ല. ഇതാണ് ഒരു സംഗതിക്ക് പോയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഏരിയും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അവിടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ അടുത്ത പറച്ചാനാണെങ്കിൽ ക്യാമറ വീശിയിട്ടാണ് നിൽക്കുക. അടുത്ത പറച്ചാനാണെങ്കിൽ ഇവിടെ വെക്കുക. കൊണ്ടേ ഇവനിങ്ങനെ നടന്ന് ആങ്ങി തുടങ്ങി ഇവിടെ എത്തൂല കേട്ടോ. മണ്ടി വാ ജാസിനെ നേരെ രാത്രിയാണ് മുതൽ ഫുള്ള് പറിച്ചേക്കണം. വെറുപ്പിച്ചല്ലോ കേട്ടോ. അപ്പം ആരോ കോൾ ചെയ്യുന്നുണ്ട് ഫോണിക്ക്. ഞാൻ
ഇല ആക്കിയില്ല, കൊമ്പഴ അടിച്ചു. ഒരു 8 മരത്ത് വന്ന് ഫുള്ളും കിട്ടി. മെല്ലെ മുങ്ങിട്ട് തന്നെ ഇടയില്ല, ഞാൻ വിളിച്ചിട്ട് വരട്ടെ ചെങ്ങായി. സോ അപ്പം ഇച്ചി കൊമ്പെടുത്തോണ്ട് കേട്ടോ. കൊമ്പല്ല, ബക്കറ്റ് പിടിച്ചോ. കൊമ്പനോട് ഇല്ല, എന്നാ കൊമ്പനെടുത്തോ. കൊമ്പ് ഫുള്ള് എടുക്കണം എടുക്കുകയാണെങ്കിൽ. എൻ്റെ കയ്യിൽ 2 തന്നെ പിടിച്ചിട്ട് ഫുള്ളാ പിടിച്ചിട്ടു. എന്നാ ഇത് കൊണ്ടുപോകണം. അതല്ല, ഇന്നത് ബക്കറ്റ് പൊടി പ്ലീസ്. വേർപ്പിച്ചല്ലേ ബക്കറ്റ് പൊടി. ഇത് 2 കൂടി എനിക്ക് പിടിച്ചത് നടക്കൂല. എന്നാ ഇജ്ജ് ബക്കറ്റ് മാത്രം പിടിച്ചാൽ മതി. ഇതാണ് വെക്ക്. എന്നാ കൊണ്ടേക്കോ. ഓക്കെ, അവിടെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം സമയത്ത് നല്ല 6:30. സോ ആയിട്ടില്ല. ആൾക്കാർ മിഷീലൊക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വായൻ്റെ ഇല എടുക്കാനാണ് കേട്ടോ. വായൻ്റെ ഇല സോറി, എന്താ അതിന് പറയല്, അതിന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിന് പേര് അതിൻ്റെ പേര് തനിമ. പൊടുവണ്ണിൻ്റെ ഇല, പൊടുവണ്ണി. ഇല എടുക്കാൻ അവിടമ്മ. ഇത്ര ഉള്ളൂ പോയ ചോടുന്നു. മല്ലിയപ്പത്താണ്. മല്ലിച്ചപ്പാണ്. ഇതാണ് അല്ല, അത് മല്ലിച്ചപ്പാണ്. മല്ലിയപ്പം ഇതാണ് ഇല മണ്ട. ജായി കേട്ടോ. ഷർട്ട് ഇട്ടില്ല. ഓക്കെ, ഷർട്ട് ഇട്ട് പോലെയായി. അപ്പോൾ ഇവിടെ തേങ്ങ ചിലവുണ്ട് എമ്മയ്ക്ക്. അപ്പോൾ നമ്മളെ പൊടി കഴിക്കണ നമ്മളെ വെല്ലിങ്ങളുണ്ട്. പിന്നെ കഴിക്കുന്ന ചായ എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളെ ജായി എന്തെങ്കിലും നമ്മളെ ക്യാമറമാൻ അപ്പോൾ നാളെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കിയില്ല, നമ്മൾ കേൾക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ആ കേൾക്കുക അങ്ങനെ എങ്ങനെയൊക്കെ അറിയാണ്ട് എൻ്റെ മുഖം കാണിച്ചു അങ്ങനെ എങ്ങനെയൊക്കെ അറിയാണ്ട് ഞാൻ കടന്നു തുടങ്ങി. അപ്പോൾ ഉണ്ടായത്. അപ്പോൾ അല്ല കേട്ടോ, പിന്നെന്താ മിഞ്ഞാന്ന് എല്ലാം അരച്ചോണം. എന്നിട്ട് ഓൻ്റെ ചങ്ങായിമാരെ പോയൊക്കെ വല്ല ഊങ്ങി. അപ്പോൾ മിഞ്ഞാന്ന് അരച്ചിട്ടുണ്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടുവന്ന് കിണർ നന്നാക്കി പണിക്കാരായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇത് നേരെ വയ്ക്കാൻ ഉണ്ടാക്കി പറ്റില്ലല്ലോ, പണിക്കാരായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കാമല്ലോ. അപ്പം നമ്മൾ ഒരു ദിവസം പിന്മാറി. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയൊക്കെ നമ്മൾ തീരണം കേട്ടോ. അപ്പോൾ തേങ്ങ ചിലവിലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ശർക്കര ചിലവാണ് കേട്ടോ. പിന്നെ അതേമാതിരിക്ക് തന്നെ ഇല അവിടെ കേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കേൾക്കാനുണ്ട്. പിന്നെ മണ്ണിവിടെ ഇല തോത്തുണ്ട്. പത്തിരി തോത്തി അത്രേ ഉള്ളൂ ഐസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഇലയും കൂടി കേൾക്കാം. ടേസ്റ്റിലാണ് നമ്മൾ ഇതാക്കിയത്, ഫില്ലാക്കിയത്. അപ്പം ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കരയും ഇതൊക്കെ ആക്കിയാണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല കേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇല തോത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടൊക്കെയുണ്ട്. ഒക്കെ അപ്പം എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. തുടക്കത്തിൽ ക്യാമറമാൻ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അവിടെ പോയിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യുക, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. എന്തൊക്കെ ചെയ്യുക, സ്റ്റാൻഡില്ല, ക്യാമറമാനില്ല, ഒന്നുമില്ല ഗൈസ്. നമ്മൾ ഇതിൻ്റെ ചെമ്പിലില്ല നമ്മളെ എന്താണ് പൂവട നമ്മളതിനുള്ളിലിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ബാക്കി ആയിട്ട് ബാക്കി ഇലയട 2 പേരും അപ്പം ആക്കിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ സാധനമൊക്കെ സെറ്റ് ആയത് അവിടെ. അപ്പോൾ ഇങ്ങനെ അപ്പം നമ്മളെ മുറിച്ചിട്ടുണ്ട്. ഇപ്പച്ചി ഇതെന്നെ ചെത്തൊക്കെ വിളിച്ചു. അപ്പൊ ഇതിനെ വിളിച്ചത്തില്ല, ഇപ്പച്ചിന്റെ പാത്രത്തിന് വേണ്ട അടിയിടാണ് ഗൈസ്. എനിക്ക് ക്യാമറമാനെ പറഞ്ഞാണ്ടേ രാവിലെ തന്നെ നീച്ചാണ്ട് ചെക്കാൻ ഇപ്പച്ചിന്റെ ഉത്തരം തന്നെ ഫോൺ കണ്ടെത്തി കഴിഞ്ഞിട്ടോ. ഫീസ് പോലും പറഞ്ഞില്ല. എന്റെ റിവ്യൂ കാണാനാണ്.
പൊട്ടാ ഒന്ന് തിന്നെങ്ങ പ്ലീസ്. ഈ റിവ്യൂ ഉണ്ടോ? വല്ല കേക്കല്ലേ ഫോണാവണ്ട മണക്കൂല. വല്ല കഴിച്ചണോ? ആ ഇജ് നീച്ചെന്നാണ്ട് പല്ല് പോലും തേക്കൂല, എന്നിട്ട് ഫോം അങ്ങനെ കുത്തിതാണ്. അപ്പൊ അതിന്റെ ഞാൻ ചാടുമ്പോലേക്കല്ലേ കൊറച്ചേരം തുള്ളി നേരം തുള്ളി നേരം അങ്ങനെയാണല്ലോ ഉണ്ടാകാ. അപ്പൊ ഫുഡ് ഞാൻ തിന്നോക്കി, രസമുണ്ട്. എല്ലാവർക്കും രസമുണ്ട്. ഇത് പിന്നെ എങ്ങനെ രസമുണ്ട് ഇത് തിന്നോക്കണ എങ്ങനെ രസമില്ലാതെ അതിന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അറിയാത്തല്ല, അതിന് കുറെ അറിയാനൊന്നുമില്ല. അത് ആപ്പാടെ ഇതിനുള്ളിൽ ചുറ്റിയ മസാല ഇടുക, പിന്നെ അതിൻ്റെ നേരെ ആ ചട്ടിക്ക് ഇടുക, അത്രേ ഉള്ളൂ. ഇത് ചൂടാകുമ്പം അത് എടുക്കുക, അത്രേ ഉള്ളൂ. ഇല പറിച്ചാണോ അങ്ങനത്തെ ഓരോ സാധനം അത് നമ്മളെ ചെയ്ത്. ഓക്കെ, നമ്മളല്ല ഞാന്. ക്യാമറ വരെ പിടിച്ചു. സോ അപ്പൊ തിന്നേ.